ന്യായപ്രമാണം പ്രവർത്തികളുടെ പ്രമാണമാണ്. നമ്മൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആ പ്രമാണം നിഷ്കർഷിക്കുന്നു. ആ പ്രവൃത്തി നമ്മൾ ചെയ്താൽ നമ്മൾ ആ പ്രമാണത്തിൻ്റെ കണ്ണിൽ യോഗ്യന്മാരായി. പഴയ നിയമത്തിൽ പരിശ്രമമായിരുന്നു, അത് ചെയ്യുന്നവൻ അതുമൂലം ജീവിക്കും. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതല്ല ദൈവം നോക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്, നമ്മുടെ ഉള്ളത്തെയാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്ത് പ്രസാദിപ്പിക്കാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കൂടുതൽ മനുഷ്യൻ ശ്രമിക്കുന്നതിനനുസരിച്ച് താൻ കൂടുതൽ പാപിയാണെന്നും താൻ കൂടുതൽ പാപത്തെ ജയിക്കാൻ ബലഹീനനാണെന്നും തിരിച്ചറിയുന്നതിന് പുറത്ത് മനുഷ്യൻ ഒരു ഗുണവും അതുകൊണ്ടുണ്ടായില്ല. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും ദൈവത്തിന്റെ മുൻപിൽ നീതീകരിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ, ദൈവം എഴുതി കൊടുത്ത പ്രമാണം പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. അപ്പൊ ഒരു ചോദ്യം വരും, അപ്പൊ പിന്നെ ദൈവത്തെ എങ്ങനെയാ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? വേദപുസ്തകം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു നാളും കഴിയുന്നതല്ല. നിങ്ങൾ കുറച്ചുകൂടെ കർത്താവിൽ വിശ്വസിക്കുക, നിങ്ങൾ കുറെ കൂടെ കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിലെ വിശ്വാസം, കർത്താവിലെ ആശ്രയമാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം.